9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 12 പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്നുള്ളതാണ് ചാപ്റ്ററാണ് നോക്കുന്നത്. അതിൽ പേജ് നമ്പർ 203 മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. അതായത് ഒരു ഇക്വിലേറ്റർ, ഒരു ട്രയാങ്കുലാർ പ്രിസമാണ് കേട്ടോ. ഇക്വിലേറ്റർ അല്ല, ട്രയാങ്കുലാർ പ്രിസം തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കുലാർ പ്രിസത്തിൻ്റെ എഡ്ജുകൾ 4 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹൈറ്റ് 25 നമ്മളുടെ ടോട്ടൽ സർഫസ്, ആദ്യം ലാറ്ററൽ സർഫസ് ഏരിയ പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ട്രയാങ്കുലാർ പ്രിസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ടോട്ടൽ LSA ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ്, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് പെരിമീറ്റർ കാണാൻ, അതായത് ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. 4 + 13 + 15, അപ്പോൾ 32. 4 + 13 + 15 ഇൻറ്റു ഹൈറ്റ് 25. എല്ലാം കൂടി ആഡ് ചെയ്ത് 32. 32 ഇൻറ്റു 25. ഇത് തമ്മിൽ വേറൊന്ന് 800. അപ്പോൾ ഇവിടെ 800 എന്ന് കിട്ടും. 800 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ TSA അഥവാ ഉപരിതല പരപ്പളവ്, LSA ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് എന്താണ് 2 ബേസ് ഏരിയ. അപ്പോൾ LSA കണ്ടുപിടിച്ചിട്ടുണ്ട്. ബേസ് ഏരിയ കാണണം. ഏരിയ കാണാൻ ഇത് 3 ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ സൈഡ്സുകൾ. അപ്പോൾ നമ്മൾ S ഇൻറ്റു √of S ഇൻറ്റു S മൈനസ് A, S മൈനസ് B, S മൈനസ് C. S എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ബൈ 2 അല്ലേ. പെരിമീറ്റർ 32/2 16. നമ്മളിവിടെ ഇതിൽ കൊടുക്കാം 16 പിന്നെ 16 മൈനസ് A എന്ന് പറഞ്ഞാൽ 4, 16 മൈനസ് 13 B, 16 മൈനസ് 15. ഇനി 16, അതുപോലെ തന്നെ 16 മൈനസ് 4 12, 16 മൈനസ് 13 3, 16 മൈനസ് 15 1. ഇനി 16നെ 4 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. 16 ഒന്ന് ചെറുതാക്കുമ്പോൾ 4 ഇൻറ്റു 4. 12നെ 3 ഇൻറ്റു 4 3, അതുപോലെ തന്നെ പിന്നെ 1 ഇനി എഴുതുന്നില്ല. ഇനി 4നെ ഒന്നുകൂടി ചെറുതാക്കാം. 4 2 ഇൻറ്റു 2 എന്നെഴുതാം. അപ്പോൾ 2 ഇൻറ്റു 2. ഈ 4 എഴുതുമ്പോഴും 2 ഇൻറ്റു 2. ഇനി 3. ഈ 4നെ ഒന്നുകൂടി ചെറുതാക്കുമ്പോൾ 2 ഇൻറ്റു 2. ഇത് വീണ്ടും 3. ഇത് നമ്മൾ റൂട്ടിലിട്ട് എടുക്കുക. ഇനി ഓരോന്ന് 2 പ്രാവശ്യം വരുന്നതിനൊക്കെ ഓരോ പ്രാവശ്യമൊക്കെ എടുക്കുക. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എടുത്തു. ഇതാ 2, വീണ്ടും
ഒരു പ്രാവശ്യം വന്നു, അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ എടുത്തു 2. പിന്നെ 3 2 പ്രാവശ്യം വന്നു, ഒരു പ്രാവശ്യം എടുത്തു, വീണ്ടും 2 പ്രാവശ്യം വന്നു 2. ഇതെല്ലാം കൂടി തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യുക. 2 2 4 4 3 12 12 2 24. അപ്പോൾ നമുക്കിവിടെ 24 എന്ന് കിട്ടും. അതായത് ബേസ് ഏരിയ നമുക്ക് 24. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ TSA എന്താണ് LSA + 2 ബേസ് ഏരിയ. LSA നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 800 അല്ലേ? 800 പ്ലസ് 2 × 2 ബേസ് ഏരിയയാണ്. ബേസ് ഏരിയ 24, 2 × 24. അപ്പോൾ 800 പ്ലസ് 2 × 24 4 2 8 2 4 48. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 848 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. 848 ആണ് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്. അപ്പോൾ അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബേസ് ഇക്വലേറ്റർ ട്രയാങ്കിളായ ഒരു പ്രിസത്തിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ LSA തന്നിട്ടുണ്ട് 120 cm² തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ 2 ചേർത്ത് വെച്ചിട്ടുണ്ടാവണ റോംബസിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണെന്നാണ്. അപ്പോൾ ഇതുപോലത്തെ ഇക്വലേറ്റർ ട്രയാങ്കിൾ 2 ചേർത്ത് വെച്ചാൽ ഒരു റോംബസ് ബേസ് ആയിട്ടുള്ള ഒരു പ്രിസം കിട്ടും. അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഒരു ഫേസിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് 1 ഫേസ് കണ്ടുപിടിക്കുക കേട്ടോ. അതായത് ലാറ്ററൽ സർഫസ് LSA ഓഫ് 1 ഫേസ് ഇക്വലേറ്റർ ട്രയാങ്കിൾ. അപ്പോൾ 120/3. അപ്പോൾ 4 3 12 40 അല്ലേ? അപ്പോൾ 1/40 കിട്ടും. ഇനി നമ്മോടായിട്ട് 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനത്തെ 2 ചേർത്ത് വെച്ചാലുണ്ടാവുന്ന റോംബസിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ 2 ചേർത്ത് വെച്ചാൽ 4 ലാറ്ററൽ ഫേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 × 40 4 16 അത് കൂടെ ഒരു 0. അപ്പോൾ 160 cm². ഇനി 2ാമത്തേത് ഇങ്ങനെയുള്ള ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ സമപാർശ്വ ലംബകമാണ്. ഇങ്ങനത്തെ 3 ചേർത്ത് വെച്ചാൽ സമപാർശ്വ ലംബകം അഥവാ ഐസോസ്ലസ് ട്രപ്പീസിയം കിട്ടും. അപ്പോൾ അതിൻ്റെ പാർശ്വപരപ്പ് അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഐസോസ്ലസ് ട്രപ്പീസിയം ആണെങ്കിൽ ലാറ്ററൽ ഫേസുകൾ 5 വരും. അപ്പോൾ 5 × 40 14 20 ഒരു 0. ഇനി അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ആയിട്ടുള്ള 6 സൈഡായിട്ട് ഹെക്സഗൺ ആയിട്ട് ബേസ് വരുന്നതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണെന്ന്. അപ്പോൾ ഹെക്സഗൺ ആണെങ്കിൽ 6 ലാറ്ററൽ ഫേസുകൾ വരും. 6 × 40 6 4 24 240 cm². നമുക്കിങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൽ 5ാമത്തെ ചോദ്യം. വശങ്ങളെല്ലാം 10 സെൻറ്റിമീറ്റർ ആയ സമചതുര തകിടുകൾ 6 ചേർത്ത് വെച്ച് സമചതുര സ്തംഭം ഉണ്ടാക്കിയതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ TSA ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ എത്രയുണ്ട്? 6 × ഇത് ക്യൂബാണ്. ഏരിയ ഓഫ് 1 ഫേസ് കണ്ടാൽ മതി. ഏരിയ 1 ഏരിയ ഓഫ് 1 ഫേസ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്ക്വയർ ഓഫ് സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 ×
സ്ക്വയറിൻ്റെ എ സ്ക്വയർ ആണല്ലേ, അപ്പോൾ എ ഇൻറ്റു എ ഇവിടെ 10 10 ഇൻറ്റു 10 10 ഇൻറ്റു 10 100 100 ഇൻറ്റു 6 600. ഇനി അടുത്തത് ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ എന്താണ് വോളിയം ഓഫ് ദ വാട്ടർ എന്തിനോട് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് ദ ക്യൂബ്. ഇതിൻ്റെ ഷേപ്പ് ക്യൂബാണ്, വോളിയം ഓഫ് ദ ക്യൂബ്. അപ്പോൾ ക്യൂബിൻ്റെ എ ക്യൂബാണല്ലേ, എ ക്യൂബ് എന്നല്ലേ, അതായത് എ എത്രയാണ്? 10 ഇൻറ്റു 10 ഇൻറ്റു 10. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതിനെ നമ്മൾ ലിറ്ററിലേക്ക് മാറ്റണം. 1000 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്ററാണ്. 1. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് ഇതിൽ, വാട്ടറാണ് ഇതിൽ ഉൾക്കൊള്ളുക. 1 ലിറ്റർ. അപ്പോൾ ഇതോടുകൂടി ആ ഏരിയ എന്നുള്ള ഭാഗത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സിലിണ്ടർ എന്നുള്ള ഭാഗമാണ് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.